ഒരു 3 വർഷവും 3 മാസവുമായി ഞങ്ങൾ വളരെ നിരാശരായിരുന്നു, ദുഃഖിതരായിരുന്നു. ഇപ്പോൾ ഈ നിയമം ആകുന്നതോടുകൂടി മുനമ്പം തീരത്തെ 610 കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ മലയാളികളായ കേരളത്തിലെ ഇവിടെ നിന്ന് ഈ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ഇവിടുത്തെ MP-മാരെ പാർലമെൻറ്റിൽ ശബ്ദമുണ്ടാക്കി അതിനൊരു തീരുമാനമെടുക്കുമെന്നാണ് ഞങ്ങൾ തുടക്കത്തിലൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ അവരുടെ വശത്തു നിന്ന് അതുണ്ടായില്ലെങ്കിലും കേരള ജനത ഒന്നടങ്കം ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഞങ്ങളുടെ ഈ 172 ദിവസം ഈ നിരാഹാരം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇന്നത്തേക്ക്. അപ്പോൾ ജനത ഏറ്റെടുക്കുകയും ഞങ്ങൾക്ക് ഒന്നടങ്കം കേരളമൊട്ടാകെ ഏറ്റെടുത്ത് പാർലമെൻറ്റിൽ ഈ ബില്ല് വരുന്നതോടുകൂടി, അതായത് പാർലമെൻറ്റിൽ ആദ്യം ഓഗസ്റ്റ് 8-ാം തീയതി വെച്ച ആ ബില്ലിൽ ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. പക്ഷേ രണ്ടാമത് വെച്ച ബില്ലിൽ അത് കൂട്ടിച്ചേർത്തത് കൊണ്ട് ഞങ്ങളുടെ പ്രശ്നം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ 1860 സൊസൈറ്റി ആക്റ്റും പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൊസൈറ്റികൾക്കോ ട്രസ്റ്റുകൾക്കോ ഈ ബില്ലിലൂടെ പൂർണ്ണ അധികാരം കൈവരികയാണ്. അപ്പോൾ ഈ നിയമമാകുമ്പോൾ ഞങ്ങൾ വാങ്ങിയത് ഫറൂഖ് കോളേജിൽ നിന്നാണ്. ഫറൂഖ് കോളേജ് 1948 സൊസൈറ്റി ആക്റ്റും പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനമാണ്. അതുകൊണ്ട് ഫറൂഖ് കോളേജിൽ ആ സൊസൈറ്റി ആയതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വിറ്റതിൻ്റെ പണം കൊടുത്ത് ഞങ്ങൾ വാങ്ങിച്ചതിൻ്റെ പേരിൽ ഞങ്ങളുടെ പ്രശ്നം ഈ നിയമമാകുന്നതോടുകൂടി പരിഹരിക്കപ്പെടുന്നു. തീർച്ചയായിട്ടും ഈ മുനമ്പം നിങ്ങൾ തീരദേശ ജനത ഉയർത്തിക്കൊണ്ടുവന്ന ഈ വഖഫ് ഇതിനെതിരെയുള്ള ഒരു സമരം, ഈ ഒരു ബില്ല് കൊണ്ടുവരാൻ, ഈ വഖഫ് നിയമ ഭേദഗതി ബിൽ കൊണ്ടുവരുന്നതിനായിട്ട് കേന്ദ്ര സർക്കാരിന് സഹായകരമായിട്ടില്ലേ? തീർച്ചയായിട്ടും അതാണ് ഞങ്ങൾ മുനമ്പം ജനതയെയാണ് ഇതിന് BJP ഗവൺമെൻറ് കാണിച്ചത്. അപ്പോൾ അത് പ്രതിപക്ഷത്തിനും അതേപോലെ തന്നെ മറ്റു പലർക്കും സാധാരണക്കാരൻ്റെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. KCBC വളരെ ശക്തമായിട്ട് എല്ലാ MP-മാരോടും പറഞ്ഞു ഇത് അടിയന്തിരമായി ഈ ബില്ലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന്. അതേപോലെ CBCI പറഞ്ഞു, ആക്സ് സംഘടന പറഞ്ഞു, SNDP പറഞ്ഞു, AKCC, അതേപോലെ പല സമുദായ സംഘടനകളും എല്ലാ MP-മാരോടും ആവശ്യപ്പെട്ടതാണ്, രേഖാമൂലം ആവശ്യപ്പെട്ടു ഈ മുനമ്പം ജനതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ അമെൻമെൻറ്റ് വരുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന്. പക്ഷേ അതുണ്ടായില്ല. പക്ഷേ മുനമ്പം ജനതയ്ക്ക് അതൊരു തീരാവേദനയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ മനസാക്ഷിയുള്ള സമത്വം, മതേതരത്വം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇന്ന് കേരളത്തിലെ MP-മാർ വോട്ട് ചെയ്തില്ല എങ്കിൽ, ഇവിടെ നമുക്കറിയില്ല, വോട്ട് ചെയ്തില്ല എങ്കിൽ അതൊരു വേദനയായിട്ട് തന്നെ നിലനിൽക്കും. ഈ വഖഫിൻ്റെ ഒരു ദൂഷ്യവശങ്ങൾ ജനങ്ങളെ പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ എത്തിക്കുന്നതിൽ ഈ മുനമ്പം സമരം ഇടയാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഇടയാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ സാധാരണക്കാരായ ജനങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ധാരണ കൂടി പൊതുസമൂഹത്തിന് ഉണ്ടായി. അതല്ലേ ഒരുപക്ഷെ ഒരു വിഭാഗത്തിനെതിരെയുള്ള ഒരു നീക്കമായി ചിലപ്പോൾ ചിത്രീകരിക്കപ്പെട്ടോണ്ടേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ചിത്രീകരിക്കപ്പെട്ടിരുന്നത് തുടക്കത്തിലെല്ലാം. പക്ഷേ ഇത് വന്നതോടുകൂടിയാണ് ഇതിന് മാറ്റം ഉണ്ടായത്. ഏതായാലും നിങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടും എന്ന് തന്നെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തീർച്ചയായിട്ടും ഈ ബില്ല് പാസ്സാകുകയാണെങ്കിൽ കിട്ടും. ബില്ല് പാസ്സാകും തന്നെ സ്വാഭാവികമായിട്ടും NDA സർക്കാരിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ട് പാർലമെൻറ്റിൽ. അതെ ബില്ല് അതുകൊണ്ട് പാസ്സായി കിട്ടും, നിയമമാകുകയും ചെയ്യും, ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യും.